മണ്ഡല മകരവിളക്ക് സീസൺ 15 ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിൽ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 13 ലക്ഷം കടന്നു. അവധി ദിവസമായ കഴിഞ്ഞ 2 ദിവസവും ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ നട തുറന്നത് മുതൽ സാധാരണ അനുഭവപ്പെടാനുള്ള തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. MG പ്രതീഷാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എത്രത്തോളം തിരക്കാണ് അനുഭവപ്പെടുന്നത്? കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അത്ര അധികം തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായിരുന്നല്ലോ. പ്രവിധ, തീർച്ചയായും മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങിയ ശേഷം ഇന്നലെയും അതിന്റെ മുൻപത്തെ ദിവസവുമാണ് ഏറ്റവും കുറവ് തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയത്. 75,000-ൽ താഴെ തീർത്ഥാടകർ മാത്രമാണ് ഇന്നലെ ശബരിമലയിൽ എത്തിയത് എന്നാണ് പോലീസിന്റെ കണക്ക്. അതിന് തൊട്ട് മുമ്പത്തെ ദിവസവും സമാനമായ സാഹചര്യമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. പുലർച്ചെ നട തുറന്നത് മുതൽ തന്നെ വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് പുറകിൽ കാണുന്ന ഫ്ലൈ ഓവറിലും തൊട്ട് താഴെ 18-ാം പടിക്ക് താഴെയും വലിയ നടപ്പന്തലിലും തീർത്ഥാടകരുടെ നീണ്ട നിരയുണ്ട്. കൂടുതൽ തീർത്ഥാടകർ ഇന്ന് ശബരിമലയിൽ എത്തുന്നുണ്ട്. ഈ മറ്റ് ഇതര സംസ്ഥാനത്തെ മോശം കാലാവസ്ഥ ഉൾപ്പെടെ കഴിഞ്ഞ 2 ദിവസത്തെ തീർത്ഥാടനത്തെ ബാധിച്ചു എന്നതാണ് പോലീസും ദേവസ്വം ബോർഡും കണക്ക് കൂട്ടുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും മണ്ഡലകാല തീർത്ഥാടനം തുടങ്ങി 15 ദിവസം പിന്നിടുമ്പോൾ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം ഇതിനോടകം 13 ലക്ഷം കടന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തീർത്ഥാടകർ ഈ നേരത്തെ ഉണ്ടായിരുന്ന അതിന് സമാനമായി കൂടുതൽ തീർത്ഥാടകർ എത്തും എന്നതാണ് ദേവസ്വം ബോർഡും പോലീസും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കൃത്യമായ നിയന്ത്രണങ്ങൾ ശബരിമലയിലും പമ്പയിലും ഉൾപ്പെടെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്തെ തിരക്ക് കൃത്യമായി വിലയിരുത്തിയ ശേഷമായിരിക്കും പമ്പയിൽ നിന്ന് ഓരോ തീർത്ഥാടകരെയും ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. അങ്ങനെ കൃത്യമായ നിയന്ത്രണങ്ങളിലൂടെയാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം മുന്നോട്ട് പോകുന്നത്. ഈ നാളെയാണ് ശബരിമലയിൽ കേരളീയ സദ്യ വിളമ്പുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. 7 വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള കേരളീയ സദ്യയാണ്, പായസവും പപ്പടവും ഉൾപ്പെടെയുള്ള കേരളീയ സദ്യയാണ് നാളെ മുതൽ ഈ അന്നദാന മണ്ഡപത്തിൽ വിളമ്പുന്നത്. അത്തരത്തിലൊരു മാറ്റത്തിന് കൂടി നാളെ ശബരിമല സന്നിധാനം തുടക്കം കുറിക്കുകയാണ്. എന്തായാലും മറ്റ് പരാതികൾ, ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മറ്റ് പരാതികൾ ഒന്നും തന്നെ ഇല്ലാതെ വളരെ സുഗമമായ രീതിയിൽ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുന്നു. അവർ വളരെ സംതൃപ്തിയോടുകൂടി മലയിറങ്ങുന്നു എന്നതാണ് സന്നിധാനത്ത് നിന്ന് പറയാനുള്ളത്. ശരി, MG പ്രതീഷാണ് സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.